ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ട്രാവൽ വീഡിയോ അല്ല, കുട്ടിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ അയർലൻഡിലേക്ക് വരുന്നവർ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് കുറേ പേർക്ക് വിസ കിട്ടിയിട്ടുണ്ടാവും, കുറേ പേര് ടിക്കറ്റൊക്കെ നോക്കി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ള ചെറിയൊരു വീഡിയോ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ലഗേജ് കിട്ടാവുന്ന രീതിയിലുള്ള ഫ്ലൈറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ മിനിമം ഒരു 35 കിലോ എങ്കിലും കിട്ടാവുന്ന രീതിയിൽ ഫ്ലൈറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് എന്തായാലും കുറേ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടാവും, പാത്രങ്ങളായിട്ടും ഡ്രസ്സും അത് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ മാക്സിമം സിംഗിൾ വൺ സ്റ്റോപ്പുള്ള ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ പൈസ കുറവിന് മൾട്ടിപ്പിൾ സ്റ്റോപ്സ് ഉള്ള ഫ്ലൈറ്റ് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ചില കൺട്രീസിൽ ട്രാൻസിറ്റ് വിസയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് സിംഗിൾ സ്റ്റോപ്പുള്ള ഫ്ലൈറ്റുകളായിരിക്കും. മെയിനായിട്ട് ഗൾഫ് സെക്ടർ മേഖലയിലാണ് ഇങ്ങനെ സിംഗിൾ സ്റ്റോപ്പ് അവൈലബിൾ ആയിട്ടുള്ള ഈ അബുദാബി അല്ലെങ്കിൽ എമിറേറ്റ്സ്, ഖത്തർ, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റോപ്പ് ആയിരിക്കും. അവർ അത്യാവശ്യം ലഗേജും കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഖത്തറും എമിറേറ്റ്സ് ഒക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ 10 kg എക്സ്ട്രാ സ്റ്റുഡൻസിന് ഓഫർ കൊടുക്കുന്നുണ്ട് ലഗേജ്. എമിറേറ്റ്സിന്റെ കറക്റ്റ് എനിക്കറിയില്ല, പക്ഷെ ഖത്തറിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നവരിൽ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ 10 kg, അതായത് ഓൾറെഡി ഇപ്പോൾ 35 kg ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പ്ലസ് 10 കൂടിയും സ്റ്റുഡൻസിന് കൊണ്ടുവരാൻ സമ്മതിക്കും അവർ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഏജൻസി ത്രൂ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഫ്ലൈറ്റിൻ്റെ കാര്യം. പിന്നെ ഫ്ലൈറ്റ് സെപ്റ്റംബർ ഇൻടേക്കിൻ്റെ ടൈം ആയതുകൊണ്ട് ഒരുവിധം നല്ല ചാർജ് ഉണ്ടാവും ഈ സമയത്ത്. കുറഞ്ഞത് നോക്കിയെടുക്കുക. പിന്നെ കൊച്ചിയിൽ നിന്ന് എടുക്കണമെങ്കിലും ബാംഗ്ലൂരൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും കുറവുണ്ടാവും. പക്ഷേ നമുക്ക് യാത്രയും കൂടിയും കംഫർട്ടബിൾ ആകണമല്ലോ. അപ്പോൾ ഏതാണോ നല്ലത് അങ്ങനെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ള കാര്യമാണ് ഡ്രസ്സിൻ്റെ കാര്യം. നമ്മുടെ ഔട്ട്ഫിറ്റിൽ ജാക്കറ്റ് ഇവിടേക്ക് വരുമ്പോൾ കൊണ്ടുവരണമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ശരിക്കും ജാക്കറ്റ് ഇവിടെ വന്നിട്ട് വാങ്ങുന്നതാണ് ലാഭം. ലാഭം എന്നല്ല, നല്ലത്. കാരണം ഇവിടുത്തെ തണവിനെ ബേസ് ചെയ്തുള്ള ജാക്കറ്റ് ഇവിടെയാണല്ലോ കിട്ടുള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മെയിനായിട്ട് കൊണ്ടുവരേണ്ടത് ഒരു വാട്ടർ പ്രൂഫ് ജാക്കറ്റാണ് ശരിക്കും കൊണ്ടുവരേണ്ടത്. വാട്ടർ പ്രൂഫും വിൻഡ് പ്രൂഫും ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഇവിടെ എപ്പോഴും മഴയും കാറ്റും എപ്പോഴും ഉണ്ടാവും. നമ്മളെപ്പോൾ പുറത്ത് പോയാൽ, സമ്മറിൽ പുറത്ത് പോയാൽ പോലും ജാക്കറ്റ് നമുക്ക് എപ്പോഴും വേണ്ടി വരും. അപ്പോൾ ഒരു വാട്ടർ പ്രൂഫ് വിൻഡ് പ്രൂഫ് ജാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. വിൻ്റർ ജാക്കറ്റ് ഇവിടെ വന്നിട്ട് ഒരു കട്ടിയുള്ള നല്ലത് നോക്കി വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളതുകൾ ഒരു വാട്ടർ പ്രൂഫ് ബൂട്ട് വാങ്ങുക. ഇവിടെ സ്നോയൊന്നും എപ്പോഴും ഇല്ല, ഇങ്ങനെ വല്ലപ്പോഴും, എല്ലാ വർഷം വല്ലപ്പോഴും വന്നാലേ ഉള്ളൂ. അപ്പോൾ ഒരു ബൂട്ട്സ് വാട്ടർ പ്രൂഫ് വാങ്ങുക, ഒരു റണ്ണർ വാങ്ങുക, ഒരു ഫോർമൽ ഷൂ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുക. ഞാൻ ബൂട്ട്സ് വാങ്ങിച്ചത് ഡെക്കാത്തലോണിൽ നിന്നായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെക്കാത്തലോണിൽ കിട്ടും. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് സീസൺസ് ആണല്ലോ. അതായത് വിൻ്ററിൽ പറഞ്ഞ ഡ്രസ്സ് ആയിരിക്കില്ല നമ്മൾ സമ്മറിലിടാം. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സീസണിലും ഒരേ രീതിയിലുള്ള ഡ്രസ് പാറ്റേൺ ആണല്ലോ ഫോളോ ചെയ്യണത്. പക്ഷെ ഇവിടെ വിൻ്ററിലാവുമ്പോൾ ഫുൾ മൂടി പുതച്ചുള്ള ഡ്രസ്സുകളും, സമ്മറിലാവുമ്പോൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ ഷോർട്ട്സും ടീഷർട്ടും ഒക്കെ മതിയാവും. അപ്പോൾ അതനുസരിച്ചുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പിന്നെ തെർമൽസ് എന്തായാലും ഒരു 2-3 ജോഡി എങ്ങനെ പോയാലും വേണം. കാരണം നല്ല തണവാണ്. ഇപ്പോൾ സെപ്റ്റംബറിൽ ഓട്ടം കഴിഞ്ഞ് നേരെ വിൻ്ററാണ് വരുന്നത്. അപ്പോൾ നല്ല തണവത്തായിരിക്കും നിങ്ങൾ വരുമ്പോൾ തന്നെ. അപ്പോൾ തെർമൽസ് എന്തായാലും വേണം. പിന്നെ സോക്സ് എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഇതാണ്. കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഷൂസാണ് ഇവിടെ. അപ്പോൾ എന്തോരം സോക്സ് കൊണ്ടുവരാൻ പറ്റും അത്രയും സോക്സ് നല്ലതാണ്. പിന്നെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. പ്രൈമാർക്കും അതുപോലെ ഡൺസ് എന്ന് പറഞ്ഞ ഷോപ്പൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതിലൊക്കെ സാധനങ്ങൾ കിട്ടും. പക്ഷെ നാട്ടിലത്തേലും കുറച്ച് പൈസ കൂടുതലായിരിക്കും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവിടെ ഉള്ളതിൽ കുറച്ച് പൈസക്ക് കിട്ടുന്ന കടകളാണ് പ്രൈമാർക്കും ഡൺസും ഒക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ടർക്കി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതായത് കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തോർത്തിനേക്കാളും നല്ലത് ടർക്കിയാണ് ഇവിടെ യൂസ് ചെയ്യണതും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഔട്ട്ഫിറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെയുള്ള ഒരു ഇതാണ് പാത്രങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുമ്പോൾ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പാത്രങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ കൂടുതലും ഇലക്ട്രിക് ഹോബുകളാണ് ഉള്ളത്. ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ ഗ്യാസ് ഹോബുകളുള്ളത് വളരെ കുറവാണ്. അപ്പോൾ ഇൻഡക്ഷൻ ബേസ്ഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ പ്രഷർ കുക്കർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, അതായത് 3 ലിറ്ററിൻ്റെയോ 5 ലിറ്ററിൻ്റെയോ അങ്ങനെയൊക്കെ വാങ്ങാം. ഇപ്പം നിങ്ങൾ 3
4 ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാത്രങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്ത് കൊണ്ടുവരാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ലഗേജ് കൂടുതൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ. പിന്നെ ഒരു കട്ടിംഗ് ബോർഡ്, അത് വുഡനായാൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ മറ്റേ കട്ട്ലറീസും അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ ഉള്ളതാണ് ഈ മസാലയും കാര്യങ്ങളൊക്കെ എന്തോരം കൊണ്ടുവരണമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം മസാലയൊക്കെ ശരിക്കും 1-2 മാസത്തേക്ക് നിങ്ങൾക്ക് വരണ തുടക്ക സമയത്ത് എന്തോരം ആവശ്യം വരുമോ ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്, എല്ലാതരം മസാലയും കാര്യങ്ങളൊക്കെ. കാരണം എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും. ഇവിടെ ഏഷ്യൻ സ്റ്റോറുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം വലിയ പൈസ വ്യത്യാസം തന്നെയില്ല. പക്ഷെ നാട്ടിലത്തേനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ വന്ന് പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഒരു PPSN നമ്പറും കാര്യങ്ങളൊക്കെ വേണം ടാക്സിൻ്റെ ഒക്കെ. അപ്പോൾ അതെന്തായാലും 1-1.5 മാസമൊക്കെ എടുക്കും. അപ്പം അത്രയും നാൾ പിടിച്ച് വെക്കാനുള്ള മസാല ആയാലും ഇപ്പം ചിപ്സ്, അച്ചാറ് കാര്യങ്ങളൊക്കെ അത്രയും 1-2 മാസത്തേക്കൊക്കെ മാക്സിമം കൊണ്ടുവന്നാൽ മതി. കാരണം ലഗേജ് കൂടി പോവാണല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെയുള്ളൊരു കാര്യമാണ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. ഇലക്ട്രോണിക് ഡിവൈസസിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ. അതായത് ഇവിടുത്തെ പ്ലഗ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ട്രാവൽ അഡാപ്റ്റർ എന്തായാലും വേണം. ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നായിരുന്നു. ആമസോണിലൊരു 550 രൂപ എങ്ങാണ്ട് വന്നേന്ന് തോന്നുന്നു. യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നല്ല ഒരെണ്ണം നോക്കി വാങ്ങിക്കുക. പിന്നെ ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഇവിടെ വന്നിട്ട് ലാപ്ടോപ്പ് വാങ്ങണോ അതോ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരണോ എന്നുള്ളത്. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം പ്രൈസാണ് ഇവിടെയും നാട്ടിലത്തെയും വെച്ച് നോക്കുമ്പോൾ. പിന്നെയും ഓഫറുകൾ കണ്ടുകൊണ്ട് നാട്ടിലാണ് ഞാൻ വാങ്ങിച്ചത്, നാട്ടിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ട്രിമ്മർ കാര്യങ്ങൾ, പവർ ബാങ്ക്, അങ്ങനെ അത്യാവശ്യമുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ കൊണ്ടുവരിക. പിന്നെ ഡോക്യുമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, എല്ലാത്തിൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതുപോലെ കോപ്പീസും കൊണ്ടുവരാം. നിങ്ങൾക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊണ്ടുവരാം. ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നതിൽ റോഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12 ലെസൺസ് കൂടണം. അതായത് ഓരോ ലെസണും എനിക്ക് തോന്നുന്നു 60 യൂറോ 50 യൂറോ ആ ഒരു റേഞ്ചിൽ പൈസ വരുന്നുണ്ട്. അപ്പോൾ അത്രയും യൂറോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊരു 2 വർഷമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഡ്രൈവിംഗ് എക്സ്ട്രാക്റ്റോ പർട്ടിക്കുലേഴ്സോ രണ്ടും ഒരു ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ്. അപ്പോൾ അത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതും നിങ്ങളുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ലെസൺസ് കുറച്ച് കിട്ടും. അതായത് മൊത്തം 12 ലെസൺസ് ഉള്ളതിൽ 6 ലെസൺസ് സ്കിപ്പ് ചെയ്ത് ബാക്കി 6 ലെസൺസ് കൂടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അതിൽ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. പിന്നെ വന്നു കഴിയുമ്പോൾ ഇവിടെ എടുക്കേണ്ട കുറച്ച് കാർഡുകളുണ്ട്. നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ്, അതുപോലെ PPSN കാർഡ്, ബാങ്ക് കാർഡ്, അങ്ങനത്തെ കുറച്ച് കാർഡുകളും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ട് പറയാമെന്ന് വിചാരിച്ചേക്കണം. ഇത് ഇങ്ങനെ ലെങ്തി ആയി പോകരുതല്ലോ. ഇത് ചെറിയൊരു വീഡിയോ ആണ് എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതിനെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. അതുപോലെ ഇനി വരുന്ന വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.